ഫിലിപ്പിയർക്കെതിരെ 4-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. അതിൻ്റെ 6-ാമത്തെ വാക്ക് ഇങ്ങനെ പറയാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടും. ഇവിടെ ആദ്യം പറഞ്ഞു സന്തോഷിപ്പിൻ, പിന്നെ പറയാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ അത്രേ പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു ആവശ്യം, നമ്മൾ സാധാരണ ഒരു ആവശ്യം വരുമ്പോൾ എങ്ങനെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കും, അല്ല ഉപവസിക്കും, നമ്മൾ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദൈവം പറയുക സ്തോത്രത്തോടെ ഒരു വിഷയം നോക്കി സ്തോത്രം പറഞ്ഞാൽ അത് പ്രാർത്ഥനയായിട്ടാണ് സ്വർഗത്തിലെത്തുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന സ്തോത്രത്തിന് ഭയങ്കര വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ഒരു വിഷയം നോക്കി വിലപിക്കാനല്ല ദൈവം പറയുന്നത്, അതിനെ നോക്കി സന്തോഷിക്കുക, അതിനെ നോക്കി ചിരിക്കുക. കാരണം ഇത് നിന്നെ ഭയപ്പെടുത്തത്തില്ല, ഇത് നിന്നെ നശിപ്പിച്ച് കളയത്തില്ല. നിന്റെ ആവശ്യങ്ങൾ നീ സ്തോത്രത്തോടെ ദൈവത്തിന് കൊടുത്താൽ സകല ബുദ്ധിയെയും കവിയുന്ന കണ്ടോ. കാരണം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഒത്തിരി ചിന്തകളുണ്ട്, ഇത് നടക്കുമോ നടക്കത്തില്ലയോ, ചെയ്യുമോ ചെയ്യത്തില്ലയോ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിന്നെ നിറയ്ക്കാൻ വെക്കും. അപ്പം നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നീ ദൈവത്തിന് കൊടുക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്നു മുതൽ നിറയട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.